ഹായ് ഗായ്സ്, അപ്പോൾ അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തിങ്കളാഴ്ച 15-ാം തീയതി. കുറച്ച് ദിവസമായിട്ട് മര്യാദയ്ക്ക് ഓട്ടമൊന്നുമില്ല, അസുഖം മാറിയിട്ടില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓടും, രാവിലെ പുലർച്ചെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഓടും, പിന്നെ രാത്രി ചിലപ്പോൾ ഓടില്ല, അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഓട്ടം എനിക്ക് തോന്നുന്നു കുറേ ദിവസം ഓടാഞ്ഞിട്ടായിരിക്കും അക്കൗണ്ട് ഒക്കെ കുറച്ച് നേരം. ഞാൻ ഏകദേശം 8 മണിക്ക് റൂമിലിരിക്കുമ്പോൾ തന്നെ ഓണാക്കിയതാണ്, ഒന്നും അടിച്ചിട്ടില്ല. നേരെ 8:30 ഇപ്പോഴും റൂമിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുന്നത്. ഓട്ടം അടിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് സ്റ്റേഡിയത്തിന് അങ്ങോട്ടോ അല്ലെങ്കിൽ പാലരുവട്ടം അങ്ങോട്ടോ ആദ്യം അങ്ങോട്ടിൽ പോയി നോക്കണം. അപ്പം എന്തായാലും ഫസ്റ്റ് ഓട്ടടിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ്, നമ്മൾ ഇറങ്ങി എന്താ പറയുക, 8:30 കഴിഞ്ഞ് 8:45 ആവാറായി. ഓട്ടൊന്നും അവിടെ നിന്ന് റൂമിലിൻ്റെ അവിടെ ഇത് അടിച്ചിട്ടില്ല. കാരണം നമ്മൾ അക്കൗണ്ട് ആണെങ്കിൽ ഈടായിട്ട് കുറച്ച് ഡള്ളാണ്. ഓട്ടൊന്നും വല്ലാണ്ട് ഓടുന്നില്ലല്ലോ. 2 ദിവസം കൂടുമ്പോൾ ഓടുന്ന 2 ദിവസം അടുപ്പിച്ച് ഓടിക്കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ഓട്ടമില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഓട്ടമൊന്നും അടിച്ചില്ല. പിന്നെ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമല്ലേ ഇപ്പോൾ വീണ്ടും ഓടാൻ തുടങ്ങുന്നത്. അതെല്ലാം ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ അനുഭവം ഏകദേശം അത് വ്യക്തമായിട്ടുണ്ട്. സ്റ്റേഡിയം നമ്മുടെ ലിങ്ക് റോഡ് പോയി നിന്ന് കഴിഞ്ഞാൽ നോർമലി ഓട്ടടിക്കേണ്ടതാണ്. കാരണം എനിക്ക് ഓട്ടടിക്കാറുണ്ട്, അതാണ് അതിൻ്റെ ഒരു സത്യം. ഒരു വണ്ടി ഒന്ന് അങ്ങോട്ടും എടുക്കാൻ വരുമ്പോൾ ഒരു പഹന്മാരൊന്ന് ചവിട്ടി താറുന്ന പരിപാടിയില്ല. ഇത് പറ്റിയ വലിയ ബ്ലോക്കോ കാര്യമൊന്നുമില്ല. സമയം 8:30 ആയിരിക്കുന്നു. തിങ്കളാഴ്ചയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പേര് പ്രതീക്ഷിച്ചിട്ട് അടിച്ച് ഓട്ടം. സംഭവം ചെറിയൊരു ഓട്ടമാണ്. എവിടുന്നാന്ന് അറിയില്ല. എന്തായാലും ഇവിടുന്ന് യൂട്ടേൺ അടിക്കണോ വേണ്ടതെന്നും അറിയില്ല. മാപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയേണ്ടി വരുന്നത് ആ റോഡാണ് കാണിക്കുന്നത്. അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ്. അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് അങ്ങനെ കയറാൻ പറ്റും, പക്ഷെ നമ്മൾ റിസ്ക് എടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ ദേശാഭിമാന റോഡുണ്ട്, ഇവിടെ തന്നെ നമ്മൾ യൂട്ടേൺ അടിച്ച് അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇനി 1 വേ ഒക്കെ ആയിട്ട് ഇനി വല്ല സീനും ഉണ്ടാവുക. മാപ്പാണെങ്കിൽ ചില നേരത്ത് ദുരന്തമാണ്. ചില റോഡ് ഡെഡ് എൻഡ് ഉണ്ട്, അതാണ് പ്രശ്നം. അപ്പം നീ കസ്റ്റമർ എടുത്തിട്ട് കാണാം ഗൈസ്. ചെറിയൊരു പോക്കറ്റ് റോഡാണത്, അത് കൂടി വന്നിട്ടില്ല. രാത്രി ആയതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല, കാരണം എല്ലാ വണ്ടിയൊന്നും ഇല്ലല്ലോ. പിന്നെ പോരാത്തതിന് ആ ബൈക്ക് വരുന്ന ചെറിയ റോഡിലാണ് കസ്റ്റമർ കാണിക്കുന്നത്. വിളിച്ചു നോട്ടെ കേട്ടോ. അവരിങ്ങോട്ട് വന്ന് കഴിച്ചു. എന്തായാലും നന്നായി.
5674. ഓക്കെ. ഈ റോഡിൽ തന്നെ ഇങ്ങോട്ടല്ലേ? ഓക്കെ. അവിടെ അത്രയും ഇത് അല്ല, നേരെ പൊറോട്ട ഇവിടെ തിരിക്കാൻ കിഷോറിനെ അറിഞ്ഞു. ഒരാളുടെ നമ്പർ തന്നു. പുള്ളിയെ ടെക്സ്റ്റ് ചെയ്തു. പുള്ളി പറഞ്ഞു അഡ്മിഷന്റെ സമയത്ത് വിളിക്കാൻ. കിഷോർ പുള്ളിയെ വിളിച്ചാണോ നമ്പർ കിട്ടിയത്? ആ, പുള്ളിയെ വിളിച്ചു. പക്ഷേ ഇതിപ്പം അഡ്മിഷന് മുമ്പ് അല്ല, നീ ഒന്ന് വിളിച്ചോ. അടുത്ത ആഴ്ച അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങ് വിളിച്ചാൽ മതി. അഡ്മിഷന്റെ സമയത്ത് വിളിക്കാൻ. അല്ല, അതൊന്നും സാരമൊന്നുമില്ല. അടുത്ത ചെക്കപ്പിനൊന്ന് വിളിച്ചാൽ നീ ഒന്ന് ചോദിച്ചാലോ. അടുത്ത ചെക്കപ്പിനൊന്ന് വിളിച്ചേക്കട്ടെ എന്ന് ചോദിക്കും. കിഷോറിനോട് തന്നെ ഒന്ന് പറഞ്ഞിട്ട് നീ അങ്ങ് വിളിച്ചു. ആ സമയത്തേ ഉള്ളൂ. അല്ല, അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചു. അങ്ങനല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പം പിന്നെ ആ സമയത്തേ അപ്പോൾ ആ ഓട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഓട്ടമായിരുന്നു. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ വള്ളിയാവുമെന്ന് വിചാരിച്ചു. അതായത് നമ്മളെ ഊബർ എന്ന മാപ്പിൽ നിന്നല്ല പോയിട്ടുള്ളത്, വേറെ റൂട്ടിലാണ് പോയിട്ട്. പക്ഷേ ഏകദേശം ഊബർ കാണിച്ചാണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ല. 111 രൂപ, 120 രൂപയാണ് ക്യാഷ് കളക്ട് കാണിച്ചത്. 111 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3.5 കിലോമീറ്റർ എന്തോ 3.5 കിലോമീറ്റർ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ കിലോമീറ്ററിന് 10-30 രൂപ കിട്ടീന്. കിലോമീറ്റർ നോക്കുമ്പോൾ വലിയ നഷ്ടമല്ല. പക്ഷെ എന്നാലും മിനിമം ചാർജ് വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ്. കാരണം 150 രൂപേൻ്റെ മേലെ തരണം. ശരിക്കും പറഞ്ഞാൽ 150 രൂപ ചുരുങ്ങിയത് തരണം. മേലേക്കല്ല, ചുരുങ്ങിയത് 150 രൂപ തരണം. 5 കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാ ഓട്ടത്തിനും 150 രൂപ തരണം. 111 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പോട്ടെ, சொல்லி സാറില്ല. അപ്പം എന്നാൽ അടുത്ത ഫോട്ടോ അടിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ ഏകദേശം എടപ്പള്ളി എത്തിയതിന് കേട്ടോ. എടപ്പള്ളി സമയത്ത് പോയി കിടന്ന് ചിലപ്പോൾ മാച്ച് അടിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം വണ്ടികളധികം ഒരുപാടുണ്ടാവും. എന്തായാലും അവിടെ നിന്ന് എടുത്ത് പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ അവിടെ നമുക്ക് അടിക്കും, അടിക്കാതെ ഇരിക്കത്തില്ല. നമ്മൾ പാലാരിവട്ടം പാലത്തിൻ്റെ ചൂട്ടിൽ അവിടെ തലക്കല്ല, ഈ തലക്കലാണ് നമ്മൾ സീഡാക്കിയിട്ടുള്ളത്. മുമ്പിൽ ബാക്കിലും വണ്ടി ഉണ്ട്. എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. എത്ര നേരം വെയിറ്റ് ചെയ്താലും ഇവിടുന്ന് അടിച്ചിട്ടേ വണ്ടി എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ സൈഡാക്കുന്നതിന് മുമ്പത്തുള്ള മണ്ടത്തരൊന്നും ഇനി പ്രാവശ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായാലും സാഹചര്യം നോക്കിയിട്ടേ എടുക്കുള്ളൂ ഗൈസ്. ഇത് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അഭിഷേകാണ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പാലാരിവട്ടം. എന്തൊക്കെയാണത്? ഓക്കെ, 1 കിലോമീറ്റർ ഉണ്ട്, 3 മിനിറ്റ് റണ്ണിങ്. ഓക്കെ, 1-2 വട്ടം മാച്ച് അടിച്ച്. ഒരെണ്ണം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. പിന്നെ മാച്ച് അടിച്ചൊന്നും എടുക്കില്ല. മാച്ച് അടിക്കുന്നത് പൊതുവെ എനിക്ക് എടുക്കാൻ മടിയാണ്. ഇത് ചെറിയൊരു ഓട്ടമാണ്. 120 രൂപ എന്തോ കാണിച്ചത്. 4 കിലോമീറ്റർ, 1 കിലോമീറ്റർ പിക്കപ്പ്. എന്താവോ എന്തായാലും 1 കിലോമീറ്ററിനുള്ളിൽ പിക്കപ്പ് ഉണ്ട്. ഇപ്പോൾ 900 മീറ്ററായി. അപ്പോൾ എന്തായാലും കസ്റ്റമർ എടുത്തെത്തിയിട്ട് കാണാം നമുക്ക് കേട്ടോ. നമ്മളിത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സ്പോട്ടിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പാലത്തുമ്പോഴാണ്
വിളിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, കസ്റ്റമർ നമ്മൾ കണ്ടിട്ടുണ്ടോ, ബാക്കിൽ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കാറാണ് ആ കിടക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്കൊന്ന് സൈഡാക്കി നിർത്തി കൊടുക്കാം. ബാക്കിൽ വണ്ടികളുണ്ട്. എന്തായാലും ആര് വരട്ടെ, വന്നിട്ട് നോക്കാം ഗൈസ്. അവിടേക്കാണ്. ഓക്കെ, भैया 2 मिनट्स ना, वो बस गाड़ी पार्क करना है. ഓക്കെ. അത് വീഴും കടത്തി വെച്ചു. ബാക്കിൽ ചൂടത് നോട്ടെ, അല്ല വീണു പോകുന്നത്. ബാക്കിൽ ഇരിക്കേണ്ട ഒരാളുള്ളൂ. വൺ ആദ്മി, ടു ആദ്മിയാ ഇരിക്കാം. ഓക്കെ, സംഭവം ഓക്കെ ഓക്കെ. സംഭവം ഹിന്ദിക്കാരാണ്. ലഗേജും കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഡിക്കിയിൽ സ്പേസ് ഇല്ല. ഫ്രണ്ടത്തെ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെപ്പിച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം, പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഗോഡൗൺ എന്തോ ആണ് തോന്നുന്നുണ്ട്. അവിടെ വണ്ടി എടുക്കുക എന്തൊക്കെയാണ്. ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ വെയിറ്റിങ്ങിലാണ്. എന്നാൽ പിന്നെ ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ അതേ നമ്മൾ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു. ഒരു ലോക്കൽ നഷ്ടം ട്രിപ്പായിരുന്നു ഇത്. കാരണം ഞാൻ പറഞ്ഞത് 170 രൂപയാണ് ക്യാഷ് കളക്ട് കാണിച്ചത്. എനിക്ക് എത്ര കിട്ടിയെന്നുള്ളത് 160 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 160 രൂപ 75 പൈസ എനിക്ക് കിട്ടിയത്. കാരണം പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കിലോമീറ്റർ എന്ന് പറയുന്നത് 4 കിലോമീറ്റർ എന്താണ് ആദ്യം എനിക്ക് കാണിച്ചത്. പക്ഷെ അത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ. 7.12 കിലോമീറ്റർ, അതായത് 7.12 കിലോമീറ്ററിന് 160 രൂപ എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് ഇതാക്കുകയെന്ന് വെച്ചാൽ 160.75 ഹരിക്കണം ഇത്രയാണ് 7.12 എന്ന് പറയുമ്പോൾ കിലോമീറ്ററിന് ഏകദേശം ഒരു 18 രൂപ. അല്ല, നമ്മൾ കണക്ക് പ്രകാരം 22 രൂപ കിട്ടും. പക്ഷേ അവരുടെ അത് പറയുമ്പോൾ ഏകദേശം 18 അത്രയൊക്കെ കിട്ടുള്ളൂ. 18-17 കിട്ടും. പക്ഷെ എന്നാലും നഷ്ടമാണ്. അത്ര തന്നെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നോക്കിയിട്ട് കാര്യമില്ല. ഒന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. ഞാൻ വന്ന ഒരു ചെറിയൊരു വഴിയാണ്. ഒരു വണ്ടിക്ക് കറക്റ്റ് പോവാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ. ഞാൻ നേരെ പോയിട്ട് കറങ്ങി പോകാമെന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റ് ആ സമയത്ത് ഒരു ഓട്ടോക്കാരൊക്കെ എടുത്ത് ഇതൊന്നും നോക്കിയില്ല. അതിൻ്റെ പിന്നാലെ അങ്ങനെ വെച്ച് പിടിച്ച് ഒരു വണ്ടിക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ചാരി കൊടുത്തൊക്കെ ആയിട്ട് പോവാം. സീനില്ല. എന്തായാലും നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എവിടെയെങ്കിലും സൈഡാക്കാം. ഞാൻ ഇവിടെ തന്നെ സൈഡാക്കുകയാണ്. ഓവർ കറങ്ങുന്നില്ല. ഉള്ളിലൊക്കെ കുറച്ച് ഫ്ലാറ്റും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഓട്ടം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ ഗൈസ്, തോട്ടടിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് 3ാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ പിള്ളേരെ ഇവിടെ പബ്ജി കളിക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ അടിച്ചു എടപ്പള്ളിക്ക്. എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. അല്ല സോറി, കസ്റ്റമർ എടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്തിനാണ് മറ്റേ കറങ്ങി വരാൻ കാണിക്കുക എന്നുള്ള എനിക്ക് മനസ്സിലായത്. സംഭവം ഇവിടെയാണ് കസ്റ്റമർ ഉള്ളത്. മാപ്പ് കാണിച്ചിരിക്കുകയാണ്. അപ്പുറത്ത് കൂടി പോയി കറങ്ങി വന്നിട്ട് കസ്റ്റമറെ എടുക്കാൻ.
ആക്കിയിട്ട് കസ്റ്റമറെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് അപ്പുറത്തേക്ക് കിടക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സിഗ്നലിൽ അവിടെ പോയിട്ട് ഞാൻ വേണം യു ടേൺ അടിക്കാൻ. അതിനിടയ്ക്കുള്ളൊരു യു ടേൺ എന്ന് പറയുന്നത് ഇതാണ്. ഒരു മിനിറ്റ് വിളിച്ച് നോക്കട്ടെ. ഓക്കെ, കസ്റ്റമർ അവിടെ ഉണ്ട്. അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ സൈഡാക്കി കണ്ടപാട് ഇങ്ങോട്ട് വരാമെന്ന് വേണ്ടല്ലോ. അങ്ങനെ നല്ലത് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് നമ്മളെപ്പോഴും ഒരു മാന്യത കാണിച്ചിരിക്കണം. ഓക്കെ, One three one five. 1315. എടപ്പള്ളി ആ ഓക്കെ, ഞാൻ സുബ്രഹ്മണ്യം Please use rear seat belt for your safety. ഗോപ്രോയാ ആ റെക്കോർഡിങ്. ചെറുതായിട്ട് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഓവറിന് പറ്റിയിട്ടുള്ളത് ഓവറിൻ്റെ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. അപ്പോൾ അതിന് വേണ്ടി ഉദ്ദേശിച്ചു. ഡാഷ് ക്യാം പോലെ എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് ഒക്കില്ല, അത്ര നേരം കിട്ടത്തില്ല. അതിന് ഡാഷ് ക്യാമിന് നല്ലത്. ഇതിപ്പോൾ റെക്കോർഡിങ്ങാ? ആ റെക്കോർഡ് ചെയ്തു. ആ ഞാൻ കസ്റ്റമർ എടുക്കാൻ വരുന്നതും Okay. എടുത്തിട്ടുള്ള ഒരു ഡ്രോപ്പ് ചെയ്യുന്നവരുടെ റെക്കോർഡ് ചെയ്യും. ബാക്കിയുള്ള കട്ട് ചെയ്ത് കളയും. ആ ഓക്കെ. ചാനലിൻ്റെ പേരെന്താ? മെറാക്കി ബ്ലോഗ്സ്. MIR. ആ RAKI മെറാക്കി. എൻ്റെ അടുത്ത് എന്താ? എന്ന് പറഞ്ഞാല് സന്തോഷമൊന്നുണ്ട്, ആത്മാർത്ഥമുണ്ട്, എല്ലാം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഞാനൊരു മോളുടെ ഒരു ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഷോർട്ടി കപ്പിൾ. അല്ലല്ല, മെറാക്കി ബ്ലോഗ്സ്. ഓക്കെ. കൊച്ചിൻ്റെ കണ്ടില്ലേ? അതുണ്ട്. ടാറ്റുവിനെയൊക്കെ ഉണ്ടായിരിക്കും. ടാറ്റു ആർട്ടിസ്റ്റാണ്. നാളെ എവിടെയാ? മലപ്പുറം. മലപ്പുറം എവിടെയാ? മലപ്പുറം താനൂര്. എവിടെയാ? ഞാൻ കണ്ണൂരാണ്, പക്ഷെ വൈഫിൻ്റെ വീട് മലപ്പുറമാണ്. നിലമ്പൂര്. നിലമ്പൂർ. ഞാൻ താനൂർ തിരുവില്ലേ? നിലമ്പൂരിക്ക് ഏകദേശം 2 മണിക്കൂർ എന്തെങ്കിലും തോന്നുന്നുണ്ട്. ദൂരമുണ്ട്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഞാൻ ഒരു CA ഫേമാണ്. CA ചെറുടക്കാണ്. ആ CA FM എന്ന് പറഞ്ഞാൽ ഞാൻ ആഹാ. അതിനിടെ കൂടി രാത്രിയാണോ കൂടുതൽ ട്രിപ്പ് പോകുന്നത്? അത്
ഗൈസ് നമ്മളിത് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് വന്ന ഏകദേശം സെയിം ഏരിയ തന്നെയാണ്. ഇവിടെ തന്നെ എല്ലാം കൂടി ഓമ്പിയായിരുന്നു. അപ്പം പ്രശ്നം ഉണ്ടാക്കാനാണ് അവർക്ക്. ആണാവോ നല്ല ആളിറങ്ങാനാന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ബാക്ക് വെച്ചപ്പോൾ ആ സീൻ ഉണ്ടായപ്പോൾ ഇനിയിപ്പോൾ തല്ലുണ്ടാക്കാൻ നിൽക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് വീണ്ടും പാലാരിവട്ടം ഫ്ലൈ ഓവറിന് താഴെ എത്തിയിട്ടുണ്ട്. ആ മഴ ഒന്ന് പറയാം. ചുമ്മാ ആളെ വെറുതെ വണ്ടി സർവീസൊക്കെ ചെയ്തൊന്ന് കുട്ടപ്പനാക്കി ഇന്നലെ സെറ്റാക്കി വെച്ചതായിരുന്നു. മഴ പെയ്താകെ വീണ്ടും ചടിപിടിയാക്കും വണ്ടി. ചടിപിടിയല്ല ഒരു മറ്റേ ഡോട്ട് നാളെ തുടച്ച് വൃത്തിയാക്കണം. നമുക്കാണെങ്കിൽ വീട്ടിൽ സ്ഥലമുണ്ട്, എന്നാലും അതിന് മുന്നിൽ വെച്ചിട്ട് ആരും ചെയ്യുന്നത് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്ലാണ്ട് ആ പരിപാടിക്ക് നിൽക്കാം. ഒന്നും വിചാരിച്ചിട്ടും കാര്യമില്ല. നാളെ എന്തായാലും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. വലിയ വണ്ടികളൊന്നുമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് കഴിക്കും വേണം, ഒരു കുപ്പി വെള്ളം വേണം. മെയിൻ അതാണ്, വെള്ളം. മാച്ചാണ് ഈ അടിക്കുന്നത്. നോർമലായിട്ടുള്ളൊരു ഓട്ടം നമുക്ക് അടിക്കില്ല. മാച്ച് അടിച്ചാൽ ഞാൻ എടുക്കും. 500 രൂപേൻ്റെ ആണെങ്കിൽ ഞാൻ എടുക്കും. ഈ 100, 111 രൂപേൻ്റെ ഓട്ടം നമ്മൾ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് നഷ്ടം, വെറുതെയാണ്. കുറച്ചും കൂടി സമയം കേട്ടോ. ഒരു 12 മണി കഴിഞ്ഞാൽ പിന്നെ മാച്ച് അടിക്കുന്നതൊക്കെ ഞാൻ എടുക്കും. അതുവരെ നമുക്ക് നോർമൽ അടിച്ചിട്ട് കാര്യമുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളത് ആദ്യം സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ വീണ്ടും അതിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊബർ ഓഫ് ആക്കിയിട്ട് കഴിച്ചിട്ട് വരാം ഗൈസ്. വീണ്ടും ഫുള്ള് ബ്ലോക്കായിട്ടുണ്ട്. അവിടെ മെട്രോൻ്റെ പണിയെടുക്കുന്ന കാരണം അവരൊരു 1 വേ അടച്ച് കളഞ്ഞു. പാലാരിവട്ടം പാതിയുള്ള ഒരു 1 വേ അടച്ചു. ഒരു വഴിക്കൂടി വണ്ടി വിടുന്നത്. ബസ്സും ഉണ്ട്, മറ്റേ അവരെ തന്നെ ഈച്ചർ വലിയ വണ്ടിയുണ്ട്. ഫുൾ ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് അടുത്തൊരു ഓട്ടം അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ തൊട്ട് മുന്നിൽ തന്നെയാണ് കസ്റ്റമർ ഉള്ളത്. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ചെറിയൊരു ട്രിപ്പാണ്. ഓക്കെ, 50 മീറ്റർ മുമ്പിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. മനോഹർ, ഹിന്ദിക്കാരനല്ലായിരുന്നു അതിരുന്നു. ആ പുള്ളിയാണ് നിങ്ങളുടെ വണ്ടി കാറിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ ശരി. ബാക്കിലും വണ്ടി മുമ്പിലും വണ്ടി, എന്തായാലും ചെയ്യാം. ഇതാണ് നമ്മളെ കസ്റ്റമർ. ഇവരിവിടെ വന്നിട്ടാണ് ബുക്ക് ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല, ഇവിടെ കയറിക്കൂടല്ലോ. രാവിലെ ഇല്ല, ഞാൻ കണ്ണൂര് വരും. കണ്ണൂർ എക്സ്പ്രസ് വരും. അതിൽ കയറാൻ പറ്റുമോ? സീറ്റുണ്ടോ നോക്കാം. പോയി അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് ചേട്ടാ. പിൻ നമ്പർ എനിക്കുള്ള അതിലുള്ളത് നീ അയച്ച 8696. 8696. ഗ്ലാസ് പൊക്കാവോ? റെയിൽവേ സ്റ്റേഷനാണോ? റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനായിരുന്നു ആ ഓട്ടം. സംഭവം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടാണ് മൂപ്പർ കൊടുത്ത്. മൂപ്പർക്ക് സെക്കൻഡിൽ ഇറങ്ങിയാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാലത്തിൻ്റെ ചോട്ട് കൂടി ഉണ്ട് ഇറക്കി. നമ്മളൊരു വണ്ടി എടുത്തപ്പോൾ സകല വണ്ടിയും ഇങ്ങോട്ട് തന്നെയാണല്ലോ. അതിനുള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇതേമാതിരി ബാക്ക് വയ്ക്കുക. ഇപ്പം പിന്നെ കുഴപ്പമില്ല. ഒരു ട്രെയിന് വരുന്ന സമയം കാണിച്ചാൽ ഭയങ്കര ജഗപോകയാണ്.
ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്ക് പ്രത്യേക ഒരു തരം എന്താ പറയുക അസുഖം കൂടും ആ സമയത്ത്. ബാഗ് കൊണ്ടിടുക, മാറ്റാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ട്. അതിന് തല്ലുണ്ടാക്കേണ്ടി വരും മറ്റേ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടെങ്കിൽ ഞാൻ വരും. അതുകൊണ്ട് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാമെന്ന് പറയാം. ഇവിടെ സർക്കാർ പാർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പം എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചാണ് കഴിച്ചത്. ഇവിടെ പിള്ളേരൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ആണ് അവിടെ. പാർക്കിംഗ് അല്ല, ഒരു ഇവിടെ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. അതാണ് വേറെ എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ട് അപ്പോൾ സ്റ്റാൻഡിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് സൈഡൊക്കെ രണ്ടാമത്തെ സിംഗിൻ്റെ അടുത്ത്. അപ്പം നോക്കേ ആയിഷ് നേരം 11:45. ഇവിടുന്ന് എന്താ പറയുക, ട്രിപ്പ് ഒന്നും അടിക്കുന്നില്ല. ഒരു 2-3 മാച്ച് അടിച്ചു. അതിനിടയ്ക്ക് നല്ലതൊന്നും അടിച്ചെന്ന് പറഞ്ഞാൽ ഒരു 270 ഫോട്ടോ വെച്ച് അടിച്ചു. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് ഫോട്ടോ വെച്ചിക്ക്. 220 വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ശങ്കിച്ച് എടുക്കണോ വേണ്ടെന്നുള്ള ശങ്ക പിന്നെ എടുത്തില്ല. ബാക്കിയൊക്കെ അടിച്ച് 124 രൂപ, 111 രൂപ, 114 രൂപ, അങ്ങനത്തെ വെറും മാച്ച് മാത്രം. പിന്നെ ഞാനത് വല്ലാതെ എടുത്തില്ല. മാച്ച് അടിച്ച് ഒന്നും ഞാൻ തന്നെ എടുത്തില്ല. അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് മാറി നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോട്ട് പോയി കടന്നാലോ എന്ന് ആലോചിക്കുക. സ്റ്റേഡിയത്തിനടുത്തായിട്ട് നമ്മളിവിടെ കല്ലൂർ കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കല്ലൂർ സ്റ്റേഡിയമാണ്. കല്ലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ലിങ്ക് റോഡ് പോയി കിടന്നാലോ ചിലപ്പോൾ എയർപോർട്ട് അടിച്ചുകൂടായില്ല. പ്രതീക്ഷ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറ്റം മറന്നു വരുന്നു. കഴിഞ്ഞ വയ്യാതിരുന്ന ടൈമിൽ ഞാൻ ഇൻ്റർസിറ്റിയും റെൻ്റൽ ട്രിപ്പും ഒക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഒക്കെ ഓഫാണ്. അപ്പോൾ ഞാൻ റെൻ്റൽ ഓഫാക്കി തന്നെ വെച്ചു. ഇൻ്റർസിറ്റിയും കാര്യങ്ങളൊക്കെ ഓണാക്കി. കിട്ടണേ അടിക്കട്ടെ. ഒന്നാമത് തലവേദനയും കാര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ വീണ്ടും വണ്ടി ഇറങ്ങിയ ലൈറ്റും കാര്യം കണ്ണിക്ക് അടിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തെങ്കിലും എന്തോ 2 ദിവസം ഓടി റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇൻ്റർസിറ്റിയും കാര്യമൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അടിക്കട്ടെ. ഇപ്പം എന്തായാലും ഈ സ്റ്റേഡിയം ലിങ്ക് റോഡ് പോയി കിടക്കാം. ഒരു എയർപോർട്ടാണ് പ്രതീക്ഷിച്ച് പോകുന്നത്. എന്താ അടിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം 4 ട്രിപ്പ് അടിച്ചു. 550 രൂപയായി. അപ്പം നോക്കിയ ഗൈസ് ട്രിപ്പ് അടിച്ചിട്ട് കാണാട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വലിയ തരക്കേടില്ലാത്തൊരു ഓട്ടാണ് അടിച്ചിട്ടുള്ളത്. ഒരു അരമണിക്കൂർ റണ്ണിങ് 472 രൂപ അങ്ങനെ എന്തോണ് ഫെയർ കാണിച്ചത്. എത്ര കിട്ടാന്നറിയില്ല. നമുക്ക് എന്തായാലും 400 രൂപയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. എയർപോർട്ടല്ല, വേറെ എന്തോ ഒരു സ്ഥലമാണ്. പെരുമ്പാവൂര എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല. പെട്ടെന്നൊരു അക്സെപ്റ്റ് ചെയ്ത് ഞാൻ കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല. അപ്പോൾ അതെ നമുക്ക് കസ്റ്റമർ അടുത്ത് ഏകദേശം 2 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കസ്റ്റമർ അടുത്ത് എത്തിയിട്ടാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ അടിയൊക്കെ ഒന്ന് തട്ടി. അവരിട്ട ലൊക്കേഷൻ മാറ്റേണ്ടായിരുന്നു. നമ്മൾ ഒന്ന് എന്താ പറയുക, കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പോയി. പെട്ടെന്ന് വെച്ചാൽ അവർ പറഞ്ഞു അങ്ങോട്ടല്ല ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അവിടുന്ന് യൂട്ടേൺ അടിക്കാൻ തിരിഞ്ഞു. നേരെ തിരിച്ച് അവിടെ നിന്ന് പറഞ്ഞിട്ട് റൈറ്റിലേക്ക് ഇറക്കി. അവിടെ വലിയൊരു എഡ്ജായിരുന്നു. അതിൽ പോയി ബാക്ക് അടി മൊത്തം അടിച്ച് എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത് അറിയില്ല.
എന്തായാലും പോയി, നമ്മൾ ലോക്കായി. വേറെ ചെയ്യാനാ. ചെറിയൊരു ഇൻട്രസിറ്റി ആയിരുന്നു. 606 റുപ്യ ക്യാഷ് കളക്ട് കാണിച്ചു. നമുക്ക് 449 കിട്ടിയത്. 472 കിട്ടുന്നതാണ് കാണിച്ചത്, പക്ഷെ 449 കിട്ടിയത്. എന്തായാലും ഇവിടുന്ന് കാലടിച്ച് തന്നെ പോകണം. വേറെ ഇതിലെ ഈ അടിച്ചിട്ടാണ് വന്ന് ഇറങ്ങിയത് വണ്ടി. അവിടെ ഇതായിരുന്നു ഇങ്ങോട്ട് ഇരുന്ന് ഒരു കാണിച്ച റൂട്ട്, ഇതിനുള്ളിൽ ഇങ്ങോട്ട്. ഞാൻ അങ്ങനെ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇങ്ങോട്ടല്ല അവിടെ ഇറങ്ങി. അങ്ങനെ എടുത്ത് ഇതേ കാണുന്ന റൈറ്റ് നടക്കും. ഞാൻ റൈറ്റിക്ക് ഇറക്കി. അപ്പോൾ അവിടുന്ന് വലിയൊരു വണ്ടി വന്ന് ആകെ സ്വീപ്പായി. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയി. ഇനി കണ്ട് കരലി ഗൈസ് കഴിഞ്ഞ് ഓരോത്തിന് നന്നായിട്ട് ഫോഗ് വെച്ചിട്ടുണ്ട്. തൽക്കാലം കുറച്ച് നേരം ഗ്ലാസ് ആദ്യമിട്ടെ AC ഓഫാക്കി ഓടിച്ചോ. അവസ്ഥ പിടിച്ചിട്ട് ഗൈസ്. സബന ഇവിടുന്ന് അടുത്ത റിട്ടേൺ എന്തായാലും കിട്ടൂല, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ നോക്കുക, അടിച്ചടിച്ച് ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മളത് ഏകദേശം പേട്ട എത്തിയിട്ടുണ്ട് കേട്ടോ. പേട്ടല്ല, പേട്ടൻ്റെ അവിടെ തൊട്ടപ്പുറത്തുള്ള സിഗ്നൽ അവിടെയാണ്. സിഗ്നലല്ല, ഓട്ടത്തിൻ്റെ അവിടെയാണുള്ളത്. പോലെ പേട്ട പെട്രോൾ പമ്പ്. അപ്പോൾ പമ്പിലൊന്ന് കയറുക, ദൂരം പാസ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലാണ് സൈഡാക്കി ഇടുക. അതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓട്ടൊന്നും ഇവിടെ അടിച്ചിട്ടില്ല. സമയം ഏകദേശം 12:50 1 മണിയാവാറായി. എന്തായാലും ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല ഗൈസ്. വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ്. എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് വരാം. ഞാൻ 2 പൊറാട്ടയും ചിക്കൻ 65 ആണ് കഴിച്ചത്. വയറൊന്ന് ക്ലീൻ ആയതായിരുന്നു. വയറിനായിട്ട് നോക്കുമ്പോൾ മറ്റേ ഛർദിയും കാര്യവും ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് വയറൊന്ന് സെറ്റ് ആയതായിരുന്നു. ഞാൻ ഇന്ന് പൊറാട്ടി ഒന്നും കഴിച്ച് വല്ലാണ്ട് പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് തേട്ടുണ്ട് ഛർദിക്കാൻ റിട്ടേൺ വരുന്നുണ്ട്. ബാക്കി ഇടുമ്പോഴൊക്കെ 65ൻ്റെ ഒരു എന്താ പറയുക, ഗ്യാസ് തള്ളുമ്പോൾ ഒരു 65ൻ്റെ ഒരു ചുവ എന്തൊക്കെയൊക്കെ തൊണ്ടയ്ക്കൊക്കെ ഒരു അതിൻ്റെ സ്മെല്ലും എന്തൊക്കെയോ ഒരു പ്രശ്നം. എന്താവോ അപ്പം എന്തായാലും ഒന്ന് യൂറിനൊക്കെ പാസ് ചെയ്ത് സെറ്റായിട്ട് വരാം. ഗൈസ്, ഇതേ പാറ്റേണുള്ളത് നമ്മുടെ എന്താണോ നമ്മളെ അസുഖം അത് തന്നെയാണ് സ്റ്റാർട്ടാവുന്നത്. അതേ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓട്ടൊന്നും അടിച്ചിട്ടില്ല. ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടിടാന്ന് വിചാരിച്ചു. നമ്മുടെ വൈൽഡ് ഹബ്ബിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചാലോ. വണ്ടി അവിടെ ഇവിടെ കിടക്കുന്ന കാണുന്നുണ്ട്. ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമല്ല, എല്ലാം ഉറങ്ങുമായിരിക്കും. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ടായിരിക്കും എന്താണെന്ന് അറിയത്തില്ല. നല്ലോണം ഊരയും വേദനിക്കുന്നുണ്ട്, തലയും വേദനിക്കുന്നുണ്ട്. ഞാൻ ആ കിടന്ന് ഉറങ്ങി പോകുന്ന അവസ്ഥയിലാണ്. കറക്റ്റ് ഏകദേശം 1 മണിയാണ്. ഒരു 2 മണി വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 1 to 3 വരെ ഒരു ഉറക്കുറങ്ങിയാലോ എന്ന് ആലോചിക്കണ്ടേ. 1 മണിയായി. 2 മണിക്കൂറൊന്ന് കണ്ണടച്ചാലേ വണ്ടിയിലുള്ള കണ്ണടക്കലാണ്. അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആശ്വാസമായിരിക്കുമല്ലോ. നമ്മുടെ കഴിച്ചു ഒന്നെങ്കിൽ ഞാൻ ഓരോ വൈറ്റിലെ ഹബിൽ സൈഡാക്കിയിട്ട് ഒരു ചെറിയൊരു മയക്കം മറക്കും. എല്ലാ ഓണാക്കിയിട്ട് ഇങ്ങോട്ട് കിടക്കും. ഓണാക്കിയിട്ട് കിടന്ന് കഴിഞ്ഞ് അടിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല, ഇനി എടുത്തിട്ട് ഓടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തവണക്കാട്ടി ഭേദമാണ്. എന്തായാലും അവിടെ എത്തി തീരുമാനിക്കാം ഗൈസ്. നേരം 4:45. ഞാൻ 3 മണിയാകുമ്പോൾ അതാണ് വെച്ചിട്ടുണ്ടായിരുന്നു. എടേറ്റു പോകാനുള്ളത്. പക്ഷേ ഒരു 3:30 എനിക്ക് അടിച്ചു തോന്നുന്നുണ്ട്. തല വന്നണ്ടേ, ഓടാൻ പറ്റണ്ടേ. പക്ഷെ എടുത്തില്ല. അക്സെപ്റ്റ് ചെയ്തില്ല. അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അതും കൂടി കുറഞ്ഞായിരുന്നു. പിന്നെ വണ്ടി ഒന്നും ഇല്ല കേട്ടോ, എല്ലാ വണ്ടിയും പോയിട്ടുണ്ട്. 2 വണ്ടിയിലും പുള്ളി നല്ല ഉറക്കമാണ്. ഇവൻ മാത്രമേ ഇത് ഓണാക്കി ഇരിക്കുന്നുള്ളൂ.
വന്നിരുന്നു. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് അവിടെ മാറാൻ വിചാരിച്ചു. കാരണം കുറച്ച് നേരമായിരുന്നു നിൽക്കാൻ തുടങ്ങിയിട്ട്. പ്ലാനിലാണ്. പാലായിട്ട് ഫ്ലൈ ഓവറിൻ്റെ താഴെ പോയി നിൽക്കുകയാണെന്ന് വെച്ചാൽ എന്തായാലും ഈ സമയത്ത് നമുക്ക് 1-2 അടിക്കും, സംശയം വേണ്ട. അങ്ങോട്ടാണ് പോണത്. എന്തായാലും നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഗൈസ്, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഇവിടെ പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴെ വന്നിരുന്നപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലത്തെ ട്രിപ്പ് ഏകദേശം 4 മണിയോടെ ഓഫായി. ഇന്നത്തെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ കാക്കനാടിക്ക് അടിച്ചില്ല. കസ്റ്റമേഴ്സാണെന്ന് കസ്റ്റമറാണെന്ന് തോന്നുന്നുണ്ട് ആ നിൽക്കുന്നത്. അവിടെ നിൽക്കുക, എവിടെയെങ്കിലും വന്ന് നിൽക്കുക. അപ്പോൾ അമ്മായി വണ്ടി ഇതുവരെ ഓണാക്കിയില്ലേ? ആ ഓണാക്കി തരിക. അതെ, അവരെടുത്ത് പിക്കപ്പ് അപ്ഡേറ്റഡാ. ഹലോ, ആ എവിടെ നിൽക്കുന്നത്? ഇത് കാക്കനാട് റൂട്ടിൽ നിൽക്കുന്ന നമ്മുടെ ഞാനിവിടെ DAC സ്കിൻലെസ് ട്രീറ്റ്മെന്റ് ഇല്ലേ അതിന്റെ ഫ്രണ്ടിലുണ്ട്. ഓട്ടോ സ്റ്റാൻഡ് ഇല്ലേ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ കാക്കനാടിക്കല്ലേ പോകണ്ട്? ആ ഓ, എനിക്കിപ്പോ അങ്ങോട്ടൊക്കെ പോകേണ്ടത്. ഞാൻ ആ തട്ടുകൾ 5 സ്റ്റാർ തട്ടുകളുടെ ഓപ്പോസിറ്റ് ഉണ്ട്. ഡോക്ടർ എവിടെയാ നിൽക്കുന്നത്? ഞാനിപ്പോ DAC സ്കിൻലെസ് ട്രീറ്റ്മെന്റ് മറ്റൊരു ഓട്ടോ സ്റ്റാൻഡ് ഇല്ല അതിന്റെ അവിടെ ഉണ്ട്. എന്തെങ്കിലും ലഗേജ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ക്രോസ് ചെയ്ത് തരാൻ പറ്റില്ല. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റേട്ടാ? അതൊരു പരിപാടി. ആ ശരി. വള്ളി സാധനം അങ്ങനെ തന്നെ പറയേണ്ടി വരും. പുള്ളിക്കാരിക്ക് ആകത്തുള്ള ഇടപ്പുറത്താണ് ഒന്ന് വരും ലഗേജ് ഉണ്ടെന്ന് പറയാനുള്ളൂ. പിന്നെ പുള്ളിക്കാരി ഒലിപ്പിച്ച് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റാൻഡിനടുത്ത് അപ്പുറം ഇപ്പുറം ട്രോളിയാണുള്ളത്. ഇവിടെ വയ്ക്കാൻ പറ്റുമോ? ഡിക്കിയിൽ സ്പേസ് ഉണ്ടാകത്തില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഓട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറെ ഇപ്പോൾ അത് ഇറക്കി
സെറ്റ് ചെയ്തേ ഉള്ളൂ. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് ഇടേണ്ടി വരുന്നുള്ള കാര്യമാണ് മെയിനായിട്ട്. കാരണം കൊച്ചിയിലെ കാക്കാട് എത്തണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കുറേ ഉള്ളേരിയകളാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു പള്ളിന്ന് പറയാനും പള്ളി എന്ന് പറയാനും പറ്റും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു കഴിഞ്ഞത്. നമുക്ക് അടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 102 രൂപയുടെ ഓട്ടമാണ്. 102 കാണിച്ച് നമുക്ക് നോക്കാം എത്രയാന്നിട്ട്. ആദ്യം എനിക്കത് മാച്ചായിട്ട് അടിച്ച്, അതിന് ശേഷമാണ് എനിക്ക് മാത്രമായിട്ട് അടിച്ച്. നേരത്തെ ഓടിയതും അതേപോലെ തന്നെ ചെയ്തിട്ട് ആദ്യം മാച്ച് അടിച്ച്, അത് കഴിഞ്ഞിട്ട് എനിക്ക് നോർമലായിട്ടുള്ള ട്രിപ്പ് അടിച്ചത്. പിന്നെ എന്തിനാ ഈ മാച്ച് അടിക്കണാവും, ഒരു മാറ്റമില്ല. 102 രൂപ 1.3 കിലോമീറ്റർ 2 ഓട്ടം, ചെറിയ ഓട്ടമാണ്. പോണ പോക്കിൽ തന്നെയാണ്, അതുകൊണ്ട് വലിയ സീനില്ല. ഞാൻ പാലാരിവട്ടം ഭാഗത്തേക്ക് തന്നെ മാപ്പിട്ടിട്ട് കിടക്കുകയായിരുന്നു. മാപ്പിട്ടല്ല, നമുക്ക് വഴി മനസ്സിലാവാൻ ഞാൻ എന്തായാലും ആ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് വിളിച്ചേക്കാം. ഹലോ, ആ ചേട്ടാ, എവിടെ എത്തിയില്ല? ടവർ ഏതാണ്? ടവർ 1 താഴെ വന്നോടി മോനെ. ടവർ 1 താഴെ കേട്ടോ. ടവർ 1. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് 4 ആണ്. കറങ്ങി വരണോ മുമ്പിലാണോ അപ്പുറത്താണോ? ടവർ 1 ടവർ 8 ലാസ്റ്റ് ടവർ. അങ്ങോട്ട് വരണം, ഉള്ളിലേക്ക് വരണം അല്ലേ? ആ, ഉള്ളിലേക്ക് വരണം. മറ്റേ ഒരു റൗണ്ട് അബൌട്ട് പോലെ കാണാം. ഒരു റൗണ്ട് അബൌട്ട് പോലെ ഉണ്ടാവും. അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ടവർ ലെഫ്റ്റ് സൈഡിൽ 8 ലാസ്റ്റ് ടവർ, ലെഫ്റ്റ് സൈഡിലുള്ള ലാസ്റ്റ് ടവർ, അതാണ് ടവർ 1. ഓക്കെ തീർന്നേ. ഞാൻ റൗണ്ട് അബൌട്ടത്തിന്റെ അടുത്തെത്തി. ആ, ടവർ 1 കണ്ടു. ടവർ 1 കണ്ടു. ടവർ 1 അവിടെ നമ്മൾ ഞാൻ പോരാ. ആ, ശരി. ടവർ 1 അതാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ടവർ 1ന്റെ ഫ്രണ്ടിലോട്ട് നിൽക്കാന്ന് വിചാരിച്ചു. പുള്ളി എങ്ങനെ വരിക നമുക്കറിയില്ല. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അതാണ് അതിനേക്കാൾ രസം. എന്തായാലും വെയിറ്റ് ചെയ്യാം, പുള്ളിക്കാരൻ വിളിക്കണ്ടായിരിക്കും. ആ ഓട്ടം കറക്റ്റ് പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴത്തോട്ടായിരുന്നു. നമുക്ക് പോരായി, അത് ഇനി ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കി മതിയല്ല. സാധാരണ അങ്ങനെ വന്നാൽ വൈഡാക്കി സൈഡാക്കാന്ന് പറയുന്നത് ഈ ഷോപ്പിൻ്റെ മുന്നിലാണ്. ഇത്രയും അലങ്കേജ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് കയറ്റിയിട്ടേക്കാം. നമ്മൾ സ്ഥിരം സൈഡാക്കിയിരുന്ന സ്ഥലം ആദ്യം, അവിടെ തന്നെ ഒന്ന് സൈഡാക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പം എന്നാൽ ഇനി അടിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കിൻ്റെ അങ്ങോട്ടാട്ടോ കസ്റ്റമർ. അപ്പുറത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പോയി നോക്കട്ടെ.
1689. 1689. ഗൂഗിൾ മാപ്പിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങോട്ടല്ലേ പോകുന്നത്? പോകാമല്ലോ. മാപ്പ് കാറില്ലാണ്ട് കിടച്ച് Please use rear seat belt for your safety. ആ ഓട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഞാൻ മഴ കാരണം ഇങ്ങോട്ട് ഇത്തിരി ഒതുക്കി കൊടുത്തു. 146 രൂപയും 11 പൈസയാണ് ആ ഓട്ടത്തിന് കിട്ടിയത്. 7 കിലോമീറ്ററിന് 146 രൂപ. എന്തല്ലേ നഷ്ടമല്ലത്? 7 കിലോമീറ്റർ 146 രൂപ. 5 കിലോമീറ്ററിന് ഉള്ളിൽ 150 റുപ്യ വരുമ്പോൾ 7 കിലോമീറ്ററിന് 146 രൂപ. അപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞിട്ട് ഊബറിനെ വിളിക്കേണ്ടി, കസ്റ്റമറിനെ വിളിക്കേണ്ടി വരുന്നു. നോർമൽ അടിക്കട്ടെ. മാച്ച് അടിക്കുന്നുണ്ട്. മാച്ച് എനിക്ക് തോന്നുന്നു ഒരു ദിവസം എനിക്ക് 10-15 മാച്ച് മാത്രം അടിക്കുന്നുണ്ട്. മാച്ച് മാത്രം അടിച്ച് ഞാൻ എടുക്കാറില്ല. ആൾറെഡി കിട്ടുന്ന മര്യാദ കിട്ടുന്ന ഈ ഓട്ടം തന്നെ ഫെയർ വളരെ കമ്മിയാണ്. മാച്ചിങ് അടിച്ചിട്ട് കിട്ടുക നോക്കിയിരുന്നാൽ സെയിം ഓട്ടം എനിക്ക് മര്യാദയ്ക്ക് അടിച്ചിട്ടുണ്ട്. 1.3 കിലോമീറ്ററാണ് അതിൽ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 1.5 കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് U-turn അടിച്ച് പോകലാണ്. അതായത് നമ്മൾ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തതിൻ്റെ നേരെ പോകണമായിരുന്നു. ഇത് കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം റേറ്റ്, സെയിം ആയിട്ടുള്ള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് ഒരു മാച്ച് മാത്രം അടിക്കും. ഈ മാച്ച് മാത്രം അടിച്ചെടുക്കാന്നുണ്ടെങ്കിൽ ഒരു സകല ലോക്കൽ ഓട്ടോ നമ്മളെ തലയിൽ കിട്ടി വയ്ക്കും. ഇപ്പോൾ 200 ചില്ല രൂപ കാണിച്ചത്. എത്ര കിട്ടുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് 12 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്ററിന് 140 എന്ന് പറയുമ്പോൾ 12 കിലോമീറ്ററിന് 230 എങ്ങനെ ഓടിച്ചാലും ഒക്കെ നഷ്ടം തന്നെയാണ്. എന്തായാലും കസ്റ്റമർ എടുത്തിട്ട് കാണാൻ കഴിച്ചു. നമ്മളൊരു കസ്റ്റമർ എടുക്കാൻ വന്നത് നല്ല മഴയാണ്. പുള്ളിക്കാരുടെ വഴി അപ്പുറത്തെ വീട്ടിലാണ് പോകുന്നുണ്ട്. ഞാൻ മാപ്പ് എടുക്കുന്നത് വേണം. പുള്ളിക്കാരെ വിളിച്ചപ്പോഴത്തേക്ക് ഇറങ്ങി തിരിച്ചങ്ങോട്ടിനെ പോവുകയാണ്. ഞാൻ ഒരു സ്പേസ് ഇല്ല. അത് ക്യാൻസൽ ചെയ്തോ? മെസ്സേജ് വന്നല്ലോ. ഇതാണ് അവസ്ഥ. ഇല്ല ഇല്ല പിന്നെ പിൻ നമ്പർ 5071. 5071. ഫൈൻ മാർട്ട് വരെ പോകാൻ പറ്റുമോ? ഇതിന് മാപ്പ് ഇങ്ങനെ കാണിക്കാൻ 6 രൂപത്തേക്കും കൊടുത്തെടുക്കാൻ പറ്റുമോ? മാത്രമല്ല ഫൈൻ മാർട്ട് 23 മിനിറ്റാണ് കാണിക്കുന്നത്. ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള വഴിയാണ് കാണിച്ചു തരില്ല. പക്ഷെ ഫൈൻ മാർട്ടിന് രണ്ടുപേർ പിക്കാനുണ്ട്. മറ്റേ ആഡ് ലൊക്കേഷൻ കൊടുക്കായിരുന്നില്ലേ? പക്ഷെ ഞാൻ പെട്ടെന്ന് മഴയുണ്ട് പെട്ടെന്നല്ല ഒന്ന്. അല്ല ഇതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഇതാക്കി പറയില്ല. ഇത് ഇവർ തന്ന പ്രയോറിറ്റി ഫസ്റ്റ് റൂട്ടിൽ നമ്മൾ പോയിട്ടില്ല തന്നെ ഫെയർ അവർ കട്ട് ചെയ്യും. അത് കിട്ടുന്നത് 100 രൂപയാണ്. അതിന് അവർ അതായത് കസ്റ്റമർ സേഫ്റ്റിയും ഡ്രൈവർ സേഫ്റ്റിയും കൂടി നോക്കിയിട്ടാണ് ഒരു റൂട്ട് കയറിട്ട് തിരിച്ചു വരാൻ പാടുള്ളൂ. ഫൈൻ മാർട്ടല്ലേ പോയിട്ട് വരാൻ പറ്റും. അതിന് കുഴപ്പമില്ല. എത്ര കിലോമീറ്റർ വരണ്ടാവും? ഫൈൻ മാർട്ടാ നമ്മുടെ കാക്കനാട് എത്തണം. എൻ്റെ പറയാം കിലോമീറ്റർ പറഞ്ഞാൽ ചെയ്യാൻ ക്യാഷ്
വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ റൂട്ടിന് പോകുമ്പോൾ ഒരു ഫെയർ കട്ട് ചെയ്യും. എങ്ങനെ വന്നാലും ഒരു 10 രൂപ ഒരു കുറയ്ക്കും. ഇത് 200 രൂപ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് കാണിച്ചു പറയും നിങ്ങൾ ഞങ്ങൾ തന്ന റൂട്ടിനല്ല പോയിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഇനിയൊരു ഇതില്ല ഉണ്ടാവാതെ നോക്കുക. നമുക്കിത് സ്ഥിരം കിട്ടുന്ന അപ്പോൾ അത് നമ്മൾ മാക്സിമം കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ചിലവർ വിശ്വസിക്കും നമ്മൾ എത്ര പറഞ്ഞാലും. ട്രെയിൻ മിസ്സാവുമല്ലോ. എൻ്റെ പൊന്നോ, പുള്ളിക്ക് ട്രെയിൻ കിട്ടുമോ? കറങ്ങി തിരിഞ്ഞൊക്കെ വന്ന് ട്രെയിൻ കിട്ടുമില്ല എന്നുള്ള കുറച്ചറിയാം. ഒരു ട്രെയിൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ് നമുക്ക് തൃപ്പൂണിത്തുറ ഇവിടെ ഒരു ചായക്കടനെങ്കിൽ ചായ കുടിക്കായിരുന്നു. കാരണം ചേച്ചി നടക്കണൊക്കെ ഇറങ്ങി കൊള്ളാം, വണ്ടീൻ്റെ മുന്നിലേക്ക് ഇറക്കല്ലേ, നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമേ നമുക്ക് നോക്കാം. ചായക്കടയൊന്നും ഇല്ല, ഞാൻ ഒന്ന് ചായ കുടിക്കായിരുന്നു. ഗൈസ് സമയം 6:30 കഴിഞ്ഞ് 6:45 നന്നായിട്ട് വിശക്കുന്നുണ്ട്, തലയും വേദനിക്കുന്നുണ്ട്. സെറ്റായി വരാൻ 2 ദിവസം പിടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സൈഡാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ റെഡിയാക്കി എടുക്കാമല്ലോ. ഒറ്റയടിക്കണ്ട ഇരുന്ന് ചിലപ്പോൾ പാടാവും. പിന്നെ പോരാത്തതിന് ഞാൻ 1 മണിക്ക് നമ്മളെ വൈറ്റിലെ ഹബ്ബിൽ വന്ന് കിടന്നു. 3 മണിക്ക് അലറൊക്കെ മേടിച്ച് എണീറ്റ് ഓണാക്കി ഫോട്ടോ അടിച്ച് എടുക്കാൻ പറ്റിയില്ല. അതായത് വേറെ കാര്യം, അത് പറഞ്ഞ അതേമാതിരി തന്നെ സംഭവിച്ചു. പക്ഷെ കിടത്തും ശരിയായില്ല കേട്ടോ. നീര് വന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെയും ഉപരിക്ക് വേദനയായിരുന്നു. ആർക്കാണ് നമുക്ക് മാച്ച് അടിക്കുന്നുണ്ട്. ഇത് മാച്ച് മാത്രമേ അടിക്കുള്ളൂ, വേറെ ഒന്നും അടിക്കത്തില്ല. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും കിട്ടുകയാണെങ്കിൽ മാച്ച് ആണെങ്കിലും എടുത്ത് പോയിരുന്നു ഞാൻ. ആപ്പ് ഓഫ് ചെയ്തു. ഇവിടുന്നൊരു തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ അടുത്ത് നോക്കോ. അവൻ കയറിയതല്ലേ, ഞാൻ കയറിയൊന്നുമില്ലല്ലോ, ആദ്യം കയറിയതല്ലേ. എന്തായാലും പമ്പിലൊന്ന് കയറി CNG ഒരു 4 ഘട്ടമുണ്ട്, എന്നാലും ഫില്ല് ചെയ്താക്കാന്ന് വിചാരിച്ചു. ഒരു എന്തൊക്കെ ഒരു അപാകത ഉണ്ട് CNG. അടിക്കുന്നുണ്ട് അവിടെ ആരും ഇല്ല, ഉണ്ടായിട്ട് ഇരിക്കാത്തതാണെന്ന് പറയാൻ വയ്യ. എന്തായാലും CNG അടിച്ച് ഫില്ല് ചെയ്ത് നേരെ വീട്ടിൽ പോണു ഗൈസ്.